അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ പ്രവേശകമാണ് നാം ചർച്ച ചെയ്തത്. ഇനി പനിനീർ പൂവ് എന്ന പാഠഭാഗത്തേക്ക് കടക്കാം. ഉള്ളൂരിന്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് പനിനീർ പൂവ് എന്ന കവിത. നമുക്ക് പാഠഭാഗത്തിന്റെ ആശയം നോക്കാം. മനോഹരമായ പനിനീർ പൂവിനെ കണ്ട കവി അതിനോട് ചോദിക്കുന്ന രീതിയിലാണ് കവിത ആരംഭിക്കുന്നത്. ഞാനൊരു മാൻപേഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം. ഞാൻ ഒരു മാൻപേഴും എന്ന് പറഞ്ഞ മനോഹരമായ ചെമ്പനീർ പൂവ്, ചെമ്മെന്നാണ് ചെമ്മെന്നാണ് അർത്ഥം, ചുവന്ന ഒരു പനിനീർ പൂവിനെ കാണവേ കണ്ടപ്പോൾ ചോദിച്ചേൻ ഇപ്രകാരം ചോദിച്ചു. പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നിൻ ചെറു ജീവിതം എത്ര മോശം. നീ ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് എന്തിനാണ്? നിന്റെ ജീവിതം വളരെ ചെറുതാണ്, മോശമാണ്. പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെ എന്നോർമ്മയില്ലേ. പാഴുറ്റ എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള പാഴായ മണ്ണിൽ നീ നാളെ വീഴാൻ പോകുന്നു. താഴത്തു നാളെ എന്നോർമ്മയില്ലേ. താഴത്ത് വീഴാൻ പോകുന്ന ഒരു പൂവാണ് നീ എന്ന ഓർമ്മ നിനക്കില്ലേ. നിന്റെ ജീവിതം വളരെ ചെറുതാണ്, മോശമാണ്, നിനക്ക് ആയുസ് കുറവാണ്. ഇന്ന് വിരിഞ്ഞാൽ നീ നാളെ അത് മണ്ണിൽ വീണു പോകും എന്ന് കവി പൂവിനോട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള കുറച്ച് ആയുസ് മാത്രമുള്ള പൂവ് എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. ഓതിയിൽ ഉത്തരമൊന്നുമാ ചോദ്യത്തിനാതങ്കമേശാത്തൊരാ പ്രസൂനം. ഓതിയിൽ ഉത്തരം, ഓതിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല എന്നർത്ഥം. ഉത്തരമൊന്നും ആ ചോദ്യത്തിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. ആതങ്കമേശാത്തൊരാ പ്രസൂനം. ആതങ്കം എന്ന് പറഞ്ഞാൽ ദുഃഖമേശാത്ത ആ പ്രസൂനം എന്ന് പറഞ്ഞാൽ പൂമുട്ട്. ആ പൂമുട്ട് കവിയുടെ ഈ ചോദ്യത്തിന് യാതൊരു ഉത്തരവും നൽകിയില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ട് ആ പൂവിന് ഒരു ദുഃഖവും തോന്നിയില്ല. എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു. എന്റെ തെറ്റ്, അതായത് കവിയുടെ തെറ്റ് കാട്ടാൻ എന്ന മട്ടിൽ മേന്മേൽ വീണ്ടും വിലങ്ങനെ നിഷേധാർത്ഥത്തിൽ തന്റെ തലയാട്ടുക മാത്രമാണ് ആ പൂവ് ചെയ്തത്. എന്തതിൻ താല്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ, ബന്ധം മനസ്സിലായി അല്പം അപ്പോൾ. എന്താണ് കവി ഇങ്ങനെ ചെയ്തത്, പൂക്കൾ ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അതിന്റെ ബന്ധം, ആ പൂവ് അങ്ങനെ തലയാട്ടിയതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. തെറ്റെന്നാണ് പെട്ടെന്ന്, വീണ്ടും ആ പൂവിനോടോതിനേൻ, ഓതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വീണ്ടും ആ പൂവിനോട് പറഞ്ഞു, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റു വന്നു പോയി, ഞാനൊരു അറിവില്ലാത്തവനാണ് എന്ന് പൂവിനോട് പറയുകയാണ്. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതന്നോമനെ മാപ്പു നൽകൂ. നിന്റെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞതിനെ നീ എനിക്ക് മാപ്പ് നൽകിയാലും. പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിലെന്തോന്നു മീതെ ചൊൽവാൻ. പൂക്കളെ പാരിതിൽ, പാരി എന്ന് പറഞ്ഞ ഭൂമിയിൽ നിങ്ങൾക്ക് മീതയായിട്ട് എന്താണ് ഉള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതായത് നിങ്ങളെക്കാൾ മുകളിൽ വിശിഷ്ടമായ മറ്റൊരു വസ്തു ഉണ്ടെന്ന് ഇവിടെ പറയാനാവില്ല. അതിനൊക്കെ ഉപരിയായിട്ട് നിൽക്കുന്നതാണ് പൂക്കൾ എന്നാണ് കവി പറയുന്നത്.
ഏതൊരു പാഴ്മണൽ കാടു താൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല. ഏതൊരു പാഴ്മണൽ, ഏതോ ഒരു മരുഭൂമി, പാഴ്മണൽ എന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കുന്ന മണൽക്കാട്, അതായത് മരുഭൂമി, അതിൽ നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ മരുഭൂമി ഒരു വൃന്ദാവനമായി മാറും. ഇന്ദ്രന്റെ നന്ദനോദ്യാനമായി ആ മരുഭൂമി മാറും. ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാനന്ദം വായിക്കുന്നില്ല. ഏതൊരു മാലിൽ താൻ, മാല് എന്ന് പറഞ്ഞ ദുഃഖം, മർത്യർക്കു നിങ്ങളാൽ, മർത്യർ എന്ന് പറഞ്ഞ മനുഷ്യർ, സ്ഫീതമാം, സ്ഫീതമാം എന്ന് പറഞ്ഞാല് സമൃദ്ധമായ ആനന്ദം വായിക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല. മനുഷ്യർ മാലിൽ, ദുഃഖത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങൾ എത്രമാത്രം സന്തോഷമാണ് അവർക്കുണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ നിങ്ങളെ കാണുമ്പോൾ അവന്റെ ദുഃഖമെല്ലാം മറക്കുന്നു എന്നാണ് പറയുന്നത്. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും. അതുപോലെ തന്നെ മൂളിപ്പാട്ട് പാടി വരുന്ന വണ്ടുകൾക്ക് ഒപ്പമായി തെന്നലിൽ, തെന്നൽ എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റിലാടുന്ന നിങ്ങളെ ആർ മറക്കും. പാടുന്ന വണ്ടുകൾക്കൊപ്പം കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ കണ്ടാൽ ആരും മറക്കുകയില്ല. ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തികത്തിൽ. മൂക്കിന് നിങ്ങൾ നല്ല സുഗന്ധം നൽകുന്നു. നിങ്ങളെ അടുത്തു വരുമ്പോൾ, മനുഷ്യർ നിങ്ങളുടെ അടുത്തു വരുമ്പോൾ അവർക്ക് നിങ്ങൾ സുഗന്ധമേകുന്നു. തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിന് അന്നപൂർണേശ്വരിമാർ കണക്കെ. അതുപോലെ തന്നെ നല്ല നറും തേൻ, മനോഹരമായ മാധുര്യമുള്ള തേൻ നൽകി നിങ്ങൾ ഈ ലോകത്തിന് അന്നപൂർണേശ്വരിമാരാകുന്നു. സുഭിക്ഷതയുടെ ദേവതയായി നിങ്ങൾ മാറുന്നു. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. പാണി എന്ന് പറഞ്ഞാൽ കൈ, സ്പർശിച്ചാൽ, തൊട്ടാൽ എന്തൊരു മാർദ്ദവം, എന്തൊരു മാർദ്ദവമാണ്, മൃദുത്വമാണ് നിങ്ങൾക്കുള്ളത്. വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. വേണി എന്ന് പറഞ്ഞാൽ മുടി, മുടിയിൽ ചൂടിയാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയാണ്. ദേവനെ പൂജിക്കാം, വീരനെ ചാർത്തിക്കാം, പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം. ദേവനെ പൂജിക്കാനും വീരനെ ആദരിക്കാനും പാവങ്ങളുടെ ശിരസിനും ഭൂഷയാക്കാം. ഭൂഷ എന്ന് പറഞ്ഞാൽ അലങ്കാരമായി നിങ്ങളെ മനുഷ്യൻ ഉപയോഗിക്കുന്നു. കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ, കല്യാണകർമ്മത്തിന് കല്യാണധാമങ്ങളായ, മംഗളത്തിന്റെ ഇരിപ്പിടങ്ങളായ, കല്യാണധാമം എന്ന് പറഞ്ഞാൽ മംഗളത്തിന്റെ ഇരിപ്പിടം, മംഗളത്തിന്റെ തന്നെ ഇരിപ്പിടമായ നിങ്ങളെ എല്ലാവർക്കും ആവശ്യമാണ്. മഞ്ഞിന് മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു. മഞ്ഞിന്, മഞ്ഞെന്ന് പറഞ്ഞ ഭൂമി, ഭൂമിക്ക് മാഹാത്മ്യം നൽകുന്ന നിങ്ങൾ വിണ്ണിലെ, ആകാശത്തിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ പൈതങ്ങളാണ്. പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ ശിശുക്കളാണ്. പൂക്കളെ പൂക്കളെ നിങ്ങൾ കൺകൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. അപ്പൊ പൂക്കളെ, ഇത്രയൊക്കെ മാഹാത്മ്യമുള്ള പൂക്കളെ, പൂക്കൾക്കു നേരെ കവി കൈകൂപ്പുകയാണ്. ചിന്തിക്കുകയാണെങ്കിൽ, പാർക്കുകിൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലെ ദേവതമാരാണ്. ഇത്രയും ഗുണവിശേഷങ്ങളുള്ള പൂക്കളെയാണ് കവി തുടക്കത്തിൽ വളരെ നിസ്സാരമായിട്ട് പറയുന്നത്. അതിന്റെ പേരിൽ കവി മാപ്പ് ചോദിക്കുകയാണ്. അപ്പൊ പൂക്കളെ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഭൂമിയിലുണ്ട്. നിസ്സാരരാണെന്ന് കരുതുന്ന പൂക്കളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടെന്ന് കവി പറയുന്നു. ഇനി നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കവിയുടെ പേരും കവിതയുടെ പേരും തുടക്കത്തിൽ എഴുതണം. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, കാവ്യഭംഗിയുള്ള വരികൾ, കവിതയുടെ താളം, സമാനാശയമുള്ള വരികളോ കവിതകളോ അറിയാമെങ്കിൽ അവയും കൂടി സൂചിപ്പിക്കാം.
അങ്ങനെ എഴുതുമ്പോഴാണ് ഒരു ആസ്വാദനക്കുറിപ്പ് ആകുന്നത്. പനിനീർ പൂവ് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കി നോക്കിയാലോ? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത കവിതയാണ് പനിനീർ പൂവ്. കവി ഭംഗിയുള്ള പനിനീർ പൂവിനെ കണ്ടപ്പോൾ പൂവിനോട് പറയുന്ന രീതിയിലാണ് കവിതയുടെ രചന. പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂവിനോട് നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നതെന്നും നിന്റെ ജീവിതം എത്ര ചെറുതാണെന്നും കവി പരിഹാസത്തോടെ പറയുന്നു. എന്നാൽ പൂവ് അതിന് മറുപടി ഒന്നും പറയാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. അത് കണ്ടപ്പോഴാണ് കവി പൂക്കളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ഈ ഭൂമിയിൽ പൂക്കളേക്കാൾ മഹത്വമുള്ളതായിട്ടൊന്നുമില്ല. ഏതൊരു പാഴ്മരുഭൂമിയെയും മലർവാടിയാക്കാൻ അതിന് കഴിയും. മനുഷ്യന്റെ ഏതു ദുഃഖത്തെയും സന്തോഷമാക്കാൻ കഴിയുന്ന അവയ്ക്ക് ലോകത്തിന് സുഗന്ധമേകാനും തേൻ പ്രദാനം ചെയ്യുന്നതിലൂടെ അന്നപൂർണേശ്വരിയാകാനും സാധിക്കും. സ്പർശത്താൽ മൃദുലതയും മുടിയിൽ ചൂടുമ്പോൾ ഭംഗിയും പ്രദാനം ചെയ്യുന്ന പൂക്കൾ ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയും ഒരുപോലെ ആദരിക്കുന്നു. മണ്ണിലെ ഏതു മംഗളകർമ്മങ്ങൾക്കും താരമാകുന്ന പൂക്കൾ യഥാർത്ഥത്തിൽ വിണ്ണിലെ പൈതങ്ങൾ തന്നെയാണെന്നും ദേവതന്മാർക്ക് തുല്യരാണെന്നും കവി പറയുന്നു. ഈ കവിതയുടെ സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ ലളിത ജീവിതത്തിലൂടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് പനിനീർ പൂവ് എന്ന് പറയാം. സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ളവർക്കും ഒരുപോലെ കരുതലും സ്നേഹവും നൽകുന്നു. സ്ഥിതി സമത്വത്തിൻ്റെ ഉദാഹരണമാണ് ഈ പൂക്കൾ. ഗന്ധം, സ്പർശം, മൃദുത്വം എന്നിവ നൽകി പൂക്കൾ ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്നു. ഉള്ളൂർ പൊതുവെ ഉജ്ജ്വല ശബ്ദാഢ്യനാണെങ്കിലും പനിനീർ പൂവ് എന്ന കവിത ലളിതമായ സുന്ദര പ്രയോഗങ്ങളാൽ മനോഹരമാകുന്നു. ശബ്ദം, അർത്ഥം എന്നിവയിൽ കാണുന്ന സാദൃശ്യകൽപ്പനകൾ, വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനം, അക്ഷരപ്രാസം എന്നിവ കവിതയിൽ കാണാം. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും. ഇതിൽ ട എന്ന അക്ഷരം ആവർത്തിച്ചിരിക്കുന്നു. 2 വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വന്നാൽ അതിനെ ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയും. തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് ഓതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. ഈ വരികളിൽ തെറ്റെന്ന്, തെറ്റിപ്പോയി എന്നീ പദങ്ങൾ അർത്ഥവ്യത്യാസത്തോടെ ആവർത്തിച്ചിരിക്കുന്നു. തെറ്റെന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, തെറ്റിപ്പോയി അബദ്ധമായിപ്പോയി എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ. കല്യാണം എന്നുള്ളതൊരു ആ പദം 2 വരിയിലും ആവർത്തിച്ചിട്ടുള്ളതായി കാണാം. അതിൽ ആദ്യത്തെ വരിയിൽ കല്യാണം എന്നതിനെ വിവാഹമെന്നും രണ്ടാമത്തെ വരിയിൽ കല്യാണം എന്നതിനെ മംഗളമെന്നും ആണ് അർത്ഥം എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കവിത മഞ്ചരി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലും തിരുവാതിരക്കളിപ്പാട്ടിൻ്റെ ഈണത്തിലും മറ്റും ഇത് ചൊല്ലാൻ സാധിക്കും. കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കവിത ഏതാണ്ട് ഇതേ ആശയമുള്ള കവിതയാണ്. രാജ്ഞി കണക്കെ ശോഭിച്ചിരുന്ന പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇതുപോലെയാണ് മനുഷ്യജീവിതവും എന്ന് കവി പറയുന്നു. ഇങ്ങനെ ഒരു ആസ്വാദനം തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇതിൽ മറ്റ് പഠന പ്രവർത്തനങ്ങളിലെ ഉത്തരമെല്ലാം കുറിപ്പിൽ ഏതാണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവയെ പ്രത്യേകിച്ച് പറയുന്നില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം. താങ്ക് യു.